സ്വർണ്ണവില വീണ്ടും സർവകാല റെക്കോർഡിലേക്ക് പോകുമെന്ന് ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മർച്ചന്റ്സ് അസോസിയേഷൻ സംസ്ഥാന ട്രഷറർ എസ് അബ്ദുൽ നാസർ പറഞ്ഞു. സ്വർണ്ണവിലയിൽ നേരിയ തോതിൽ വിലക്കുറവ് അനുഭവപ്പെടുമ്പോൾ തന്നെ വൻതോതിൽ നിക്ഷേപം വർദ്ധിക്കുന്നത് പിന്നീട് വിലവർദ്ധനവിന് കാരണമാകുന്നുണ്ടെന്നും അബ്ദുൽ നാസർ പറഞ്ഞു. സ്വർണ്ണവില വീണ്ടും സർവകാല റെക്കോർഡിലേക്ക് തന്നെ പോകുമെന്ന് ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മർച്ചന്റ് അസോസിയേഷൻ സംസ്ഥാന ട്രഷറർ എസ് അബ്ദുൽ നാസർ കായംകുളത്ത് പറഞ്ഞു. സ്വർണ്ണവില ഇന്ന് അന്താരാഷ്ട്ര തലത്തിലും കേരള വിപണിയിലും സർവകാല റെക്കോർഡാണ്. $2622 അന്താരാഷ്ട്ര വില. കേരള വിപണിയിൽ ഇന്ന് ഗ്രാമിന് 75 രൂപ വർദ്ധിച്ച് 6960 രൂപയും പവന് 600 രൂപ വർദ്ധിച്ച് 55,680 രൂപയുമായി. കഴിഞ്ഞ മെയ് 20-ന് 6,895 എന്ന റെക്കോർഡാണ് ഇന്ന് മറികടന്നിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം അമേരിക്കൻ ഫെഡറൽ റിസർവ് പലിശ നിരക്ക് കുറച്ചപ്പോൾ സ്വർണ്ണവില വർദ്ധിക്കുമെന്നുള്ള ആശങ്കകൾ ഉണ്ടായിരുന്നു. എന്നാൽ പ്രതീക്ഷിച്ചതിന് വിപരീതമായി സ്വർണ്ണവില കുറയുകയുണ്ടായി. പശ്ചിമേഷ്യയിലുണ്ടായ പുതിയ സംഭവവികാസങ്ങളാണ് സ്വർണ്ണവില ഇപ്പോൾ ഉയരുന്നതിന് കാരണമായിട്ടുള്ളത്. അതോടൊപ്പം തന്നെ കുറഞ്ഞ വിലയിൽ കൂടുതൽ നിക്ഷേപകർ സ്വർണ്ണത്തിൽ മുതലിറക്കിയതാണ് ഇപ്പോഴുള്ള വിലവർധനവിന് മറ്റൊരു കാരണം. കേരളത്തിൽ ഓണം കഴിഞ്ഞുള്ള മാസമായതിനാൽ വിപണിയിൽ തണുത്ത പ്രതികരണമാണ്. 24 ക്യാരറ്റ് തങ്കക്കട്ടിയുടെ ബാങ്ക് നിരക്ക് കിലോഗ്രാമിന് 77 ലക്ഷം രൂപയ്ക്ക് അടുത്തായിട്ടുണ്ട്. ഇന്ത്യൻ രൂപ ചെറിയ തോതിൽ കരുത്താർജിച്ച സാഹചര്യത്തിലാണ് ഇത്. വിനിമയ നിരക്ക് 83.50 US പലിശ നിരക്ക് കുറഞ്ഞതിന് ശേഷം വലിയ തോതിൽ വില വർദ്ധിക്കാതിരുന്ന സ്വർണം പശ്ചിമേഷ്യയിലുണ്ടായ സംഘർഷത്തെ തുടർന്നാണ് ഇപ്പോൾ വിലവർദ്ധനവിലേക്ക് കുതിച്ചതെന്ന് അബ്ദുൽ നാസർ പറഞ്ഞു. കഴിഞ്ഞ നവംബറിൽ അന്താരാഷ്ട്ര വില $1,800 ആയിരുന്നതാണ് ഇപ്പോൾ $800 വർദ്ധിച്ച് $2,622 എത്തിയത്. മെയ് 20-ന് സ്വർണ്ണവില ഗ്രാമിന് 6,895 രൂപയായിരുന്നു. ഇത് റെക്കോർഡായിരുന്നു അന്ന്. ആ റെക്കോർഡാണ് ഇപ്പോൾ മറികടന്നിരിക്കുന്നത്. സ്വർണ്ണവിലയിൽ നേരിയ തോതിൽ വിലക്കുറവ് അനുഭവപ്പെടുമ്പോൾ തന്നെ വൻതോതിൽ നിക്ഷേപം വർദ്ധിക്കുന്നത് വിലവർദ്ധനയ്ക്ക് കാരണമാകുന്നുണ്ടെന്നും അബ്ദുൽ നാസർ പറഞ്ഞു. CDNet ന്യൂസ് കായംകുളം.